എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ എപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് പലപ്പോഴും പല ആളുകൾക്കും വരുന്ന സംശയമാണ്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് ബൂമുകളൊക്കെ ഉള്ള സമയത്ത് പല ആളുകളും ഒരു സംശയം പ്രകടിപ്പിക്കാറുണ്ട്, എപ്പോഴാണ് ബിസിനസ് ചെയ്യേണ്ടത്? ശരിക്കും കുറേ കാലം വർക്ക് ചെയ്ത് കുറേ എക്സ്പീരിയൻസ് നേടി പൈസയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യണോ? അതോ ഈ മാർക്ക് സക്കർബർഗ് സ്റ്റാർട്ട് ചെയ്തതുപോലെ കോളേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണോ? ഈ ഒരു കൺഫ്യൂഷൻ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യുന്ന പല ആളുകളും ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് പറയാറുണ്ട്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല. ഈ രണ്ട് എക്സ്പീരിയൻസിൽ ചെയ്യണോ അതോ വളരെ കോളേജ് ലെവലിൽ ഫിനിഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്തിട്ടോ ഒക്കെ ബിസിനസ്സിലേക്ക് ഇറങ്ങണോ? ഈ രണ്ട് കൺഫ്യൂഷനിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് തരത്തിലാണ് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല കാലിബർ ഉണ്ട്, നിങ്ങളുടെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു സ്കില്ല് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, നിങ്ങൾ ആ പ്രോബ്ലത്തിൻ്റെ മുകളിൽ വർക്ക് ചെയ്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. ആ സൊല്യൂഷൻ്റെ മുകളിൽ വർക്ക് ചെയ്ത് നിങ്ങളുടെ കേപ്പബിലിറ്റീസ്, അതിൻ്റെ കൂടെ നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ കേപ്പബിലിറ്റീസും ബിൽഡ് ചെയ്യുന്നു. അതൊരു ഓർഗനൈസേഷനായി മാറുന്നു. നിങ്ങൾ അതിൻ്റെ മുകളിൽ ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുന്നു. ഇതാണ് ഒന്നാമത്തെ വഴി. നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസിന് റിലവൻസ് ഇല്ല. നിങ്ങളുടെ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, പ്രോബ്ലത്തിൻ്റെ നിങ്ങൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു, അതിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ സ്കില്ല് ബിൽഡ് ചെയ്യുന്നു, അത് അവസാനം ഒരു ഓർഗനൈസേഷനാക്കി മാറുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ശരിക്കും വർക്ക് ചെയ്ത് നിങ്ങളൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ ഓർഗനൈസേഷൻ ഉണ്ടാക്കാൻ പോകുന്നില്ല. നിങ്ങൾ കുറച്ചു കാലം വർക്ക് ചെയ്യുന്നു, ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നു, നിങ്ങളുടെ സ്കില്ലും കേപ്പബിലിറ്റീസും ബിൽഡ് ചെയ്യുന്നു. ആ സ്കില്ലും കേപ്പബിലിറ്റീസും ബിൽഡ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, നിങ്ങളൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നു, അതിനുശേഷം നിങ്ങൾ ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് അപ്രോച്ചുകളാണ് കമ്പനികൾ സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള വഴികളെന്ന് തോന്നുന്നു. പലപ്പോഴും ഇത് മനസ്സിലാവാതിരിക്കുമ്പോഴാണ് നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്നത്, ഏത് സമയത്താണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം നമ്മൾ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് രീതിയിലും സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം സക്കർബർഗ് മുതൽ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം ഓയോ, റിതേഷ് അഗർവാൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പല സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണേഴ്സും ഒരു കോളേജ് ഡ്രോപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ വ്യക്തമായ എക്സ്പീരിയൻസ് ഇല്ലാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ട്, സീസൺഡ് ആയിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത ആളുകളുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ലിസ്റ്റഡ് ആയിട്ടുള്ള നൈക്കയുടെ ഫൗണ്ടർ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലേഡിയാണ്, വളരെ ലോങ് ടേം എക്സ്പീരിയൻസ് ബാങ്കിങ്ങിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസിൻ്റെ സ്ട്രെങ്ത്തിൽ നിന്നാണ് അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ബോട്ടിൻ്റെ ഫൗണ്ടർ അമൻ ഗുപ്ത ഒരു കുറച്ചധികം വർഷം കൺസൾട്ടിങ്ങിലും അല്ലെങ്കിൽ സിമിലർ ഇൻഡസ്ട്രിക്കകത്തും വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് നേടിയ ആളാണ്. അപ്പം ഈ രണ്ട് തരത്തിലും ഓൺട്രപ്രണേഴ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇന്ന ഒരു മോഡൽ ശരി എന്നുള്ളത് ഈ സ്റ്റാർട്ടപ്പ് മെക്കാനിസത്തിനകത്തില്ല. നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ പാഷനും ബേസ് ചെയ്തിട്ടാണ് ഏത് സമയത്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്.